This news is sponsored by പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുവാൻ പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. എല്ലാവർക്കും നമസ്കാരം. 2-3-4 ദിവസങ്ങളായി നമ്മൾ ന്യൂസൊക്കെ ചെയ്തിട്ട് അതിന് കാരണം നമുക്ക് വയ്യായിക വന്നതുകൊണ്ടാണ്. പനിയായി പോയി, കിടന്നുപോയി, അതിൻ്റെ പേരിലാണ്. അപ്പോൾ കുറച്ച് പേര് നമ്മളെ സ്നേഹത്തോടെ വിളിച്ച് ചോദിച്ചു, നീ എവിടെയാണ്, ന്യൂസൊന്നും കാണാനില്ലല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ന്യൂസുകൾ 2 ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ അതിന് റിസ്ക് എടുത്ത് എനിക്ക് വന്നില്ല എന്നാണ് എൻ്റെ സത്യം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ രണ്ടാമത് ഓണായേക്കാണ്. എങ്കിലും എന്താ പറയുക, വയ്യായിക വിട്ടു പോയിട്ടില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങോട്ട് ഉണർന്ന് വന്നിട്ടില്ല. എങ്കിലും എന്താ പറയുക, പറയാനുള്ളത് പറയണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ വന്നതാണ്. അപ്പോൾ ന്യൂസ് ഇതാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, പട്ടികജാതി വികസന കോർപ്പറേഷൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു പൂപ്പത്തി ഉന്നതിയിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ MLA സുനിൽകുമാർ MLAയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായ ഡെയ്സി തോമസുമായിട്ട് വാക്കേറ്റം ഉണ്ടായിരുന്നു. അതിനൊരു കാരണം എന്ന് പറയാനായിട്ടേ, അതായത് തൊഴിലുറപ്പ് ആളുകളെ ലീവ് കൊടുത്തില്ലേ, അവർ അവിടെ വന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വക പ്രശ്നങ്ങൾ ഉണ്ടായത്. അവിടെ ചർച്ച ഉണ്ടായതും അതുപോലെ തന്നെ പ്രസിഡന്റ് ഇറങ്ങിപ്പോയതും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമേ, ഇപ്പം തൊഴിലുറപ്പുകാർക്ക് ലീവ് കൊടുത്ത് അവർ വന്നില്ല, എന്ത് പ്രശ്നം? ഞാനെവിടെ പോകണമെന്ന് ഞാനല്ല തീരുമാനിക്കണത്. അല്ലാതെ ഇപ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിട്ട് തൊഴിലുറപ്പുകാരുടെ അടുത്ത് പറഞ്ഞാലോ MLA എന്ന് പറഞ്ഞാലോ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിന് അവർ ലീവ് കൊടുത്ത് മന്ത്രി തന്നെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണോ? എന്ത് കാര്യമില്ല, അതിൻ്റെ ആവശ്യമുണ്ടോ? അത് നമുക്കത് മനസ്സിലാവുന്നില്ല സംഭവം. എന്നിട്ട് ഈ പറയുന്ന പ്രതിനിധികൾ തമ്മിൽ പൊരിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം. ഒരാൾ പറയുന്ന ലീവ് കൊടുക്കാത്തവര്, ഒരാൾ പറയുന്ന അത് ചെയ്യാത്തവര്, അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഈ ജനമധ്യത്തിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുക, വാക്കേറ്റം ഉണ്ടാവുക, ഒരാളിറങ്ങി പിണങ്ങി പോവുക. മനസ്സിലാവാത്തൊരു കാര്യം, ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ലീവ് കൊടുത്ത് എന്ന് വെക്ക്, അല്ലെങ്കിൽ ലീവ് കൊടുത്തില്ല എന്ന് വെക്ക്, മന്ത്രി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. താല്പര്യമുള്ളവർ മാത്രം അവിടെ വന്നിരുന്നത് ചിലപ്പോൾ പരിപാടി കാണും, ചിലപ്പോൾ പറയാനുള്ള പറയൽ, കേൾക്കാനുള്ളത് കേൾക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ കുറെ മന്ത്രി വരുമ്പോൾ എന്താണ് അവിടെ 10,000-കണക്കിന് ആളുകളെ വേണമെന്നും എന്തെങ്കിലും നിർബന്ധം ഉണ്ടാകും? അവിടെ ഒരു മന്ത്രി, ഒരു ജനപ്രതിനിധിയായ മന്ത്രി വരുമ്പോൾ അവിടെ അദ്ദേഹത്തെ വന്ന് കാണാനും അല്ലെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി കാണാനായിട്ട് ഇഷ്ടമുള്ളവർ വന്നോട്ടെ, ഇല്ലാത്തവരെന്തിനാ നിർബന്ധിക്കണേ? അതിൻ്റെ പേരിൽ എന്തിനാ നിങ്ങൾ വാക്കേറ്റം ഉണ്ടാക്കണേ? മന്ത്രി വരുമ്പോൾ ആളില്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ താഴെ നിൽക്കുന്നവരോട് മന്ത്രി ചൂടാവും എഴുതിയിട്ടാ. മന്ത്രി അങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ലേ? അല്ല, മന്ത്രി അങ്ങനെ ചൂടായിട്ട് കാര്യവുമില്ല. കാരണം ജനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് ഫ്രണ്ടിൽ കസേരയിട്ട് ഇരിക്കാൻ വരുന്നവരല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ പറഞ്ഞ കൂടെ അവരുടെ ഉപജീവന മാർഗം നടത്താൻ വേണ്ടിയിട്ട് വരുന്നത് കൊണ്ട് നിങ്ങളെ വിളിക്കുന്ന എല്ലാ പരിപാടിക്കും വന്ന് അവർ പങ്കെടുക്കണമെന്നില്ല. അതെന്ത് കാര്യം അങ്ങനെയൊക്കെയാണ്? നമുക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ. ബംഗാളികളെ കൊണ്ടുവന്ന് എന്താ പറയാ, ഈ സിനിമ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് ക്യൂ നിർത്തുന്ന പോലെയാണ് ഈ വക കാര്യങ്ങൾ നടത്തുന്നത്. അതൊന്നും ശരിയല്ല എങ്ങനെയായാലും. അതായത് അങ്ങനെ ഒരു നടപടി തന്നെ ശരിയല്ല. അതായത് മന്ത്രി വരുമ്പോൾ ഞങ്ങളുടെ കുറെ പാരാവാരങ്ങൾ എല്ലാവരും തന്നെ അവരുടെ മുമ്പിൽ വന്നിരുന്ന് മന്ത്രി പറയുന്നത് എല്ലാം കേട്ട് കൈയടിച്ചു കൊള്ളാന്നൊന്നും ഒരു തൊഴിലുറപ്പ് തൊഴിലാളികളും എങ്ങും എഴുതി കൊടുത്തിട്ടില്ലേ. അവരതിന് പോകേണ്ട ആവശ്യമില്ല, അത് കിട്ടേമില്ല. എന്ത് കാര്യത്തിന് അതിൻ്റെ ആവശ്യം? അങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോകാൻ വേണ്ട. അങ്ങനത്തെ ഒരു നിയമ സംഹിത തന്നെയില്ല. ഏതെങ്കിലും ഒരു മന്ത്രി ഇവിടെ വരുമ്പോൾ തൊഴിലുറപ്പുകാരോ അല്ലെങ്കിൽ എന്താ പറയുക, അത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടവരെല്ലാവരും അതിൻ്റെ ആവശ്യമുള്ളവർ പോയി കാണാ, കേൾക്കുക, എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ടവർ ഇരുന്ന് കേട്ട് കണ്ട അത്രേ ഉള്ളൂ. അല്ലാണ്ട് പണ്ടത്തെ ആൾക്കാരുടെ കൂട്ട് കൈയടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും അതൊന്നും ഇപ്പം ഇല്ല. അതിൻ്റെ ആവശ്യമില്ലേ? ജനങ്ങൾക്കൊക്കെ ബുദ്ധി വന്ന്. ജനപ്രതിനിധി എന്ന് പറയുന്നത് ഏറ്റവും വലുത് ജനങ്ങളാണ്, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്താ പറയുക, ഒരു കസേരയും അല്ലെങ്കിൽ ഒരു മൈക്കും കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ കയറി നിന്ന് സംസാരിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. അതൊക്കെ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അപ്പം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രതിനിധികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾക്ക് വേണ്ടി അടിയുണ്ടാക്കരുത്. കാരണം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ജനങ്ങളാണ് നിങ്ങളെ കയറ്റിയിട്ട് ഞാൻ നേരത്തെ പറയുന്ന പീഠത്തിൽ ഇരുത്തുന്നത്. അവർക്ക് തന്നെ വലിച്ച് കാലെ പിടിച്ചടിച്ച് പുറത്തേക്ക് കളയാനും അറിയാം. അതിന് യാതൊരു മാറ്റങ്ങളും ഇല്ലേ. അപ്പോൾ എന്താ പറയുക, എങ്ങനെയൊക്കെ സംസാരിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ കിടന്നിട്ട് കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. അപ്പം ഇനി മേലാൽ സ്വയം നാണം കെടാണ്ടിരിക്കുക. താങ്ക് യു.
പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുവാൻ പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. നല്ല നാടൻ താറാവും നാടൻ കോഴിയും കാട, മുയൽ, ബീഫ്, മട്ടൻ ഇതെല്ലാം ഇളന്തിക്കരയിലുള്ള പുളിക്കൽ മീറ്റ് സെന്ററിൽ ലഭ്യമാണ്. ഇറച്ചിക്കോഴികളും നാടൻ താറാവും ഹോൾസെയിൽ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര. ഫോൺ നമ്പർ 9747474000. മറ്റൊരു നമ്പർ 9446487539. പുളിക്കൽ മീറ്റ് സെന്റർ ഇളന്തിക്കര.